പ്രവാസികളെല്ലാം ഇങ്ങനെ അനുഭവിക്കാൻ ഇങ്ങനെ വിധിക്കപ്പെട്ട ആൾക്കാരായിട്ട് നടക്കുക. പിന്നെ വെറുതെ ഈ കൊള്ള ലാഭം എടുത്തിട്ട് അതിൽ പോയിട്ട് ഒരു കാര്യമില്ല. ഇപ്പോൾ നമുക്ക് എയർ ഇന്ത്യ യാത്ര ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്കൊരു പേടിയായിക്കണം. അറ്റ്ലീസ്റ്റ് അതിലൊരു വെള്ളമെങ്കിലും കുടിക്കാൻ തരുന്നു. ഇപ്പോൾ ഒന്നുമില്ല. ഇവിടെയുള്ള എല്ലാ ന്യൂസിലും വന്ന് അതൊരു ഇന്ത്യയെ പറയിപ്പിക്കുന്ന ഒരു നാണം കെടുത്തുന്ന ടൈപ്പായി പോയി. പ്രവാസികൾക്ക് വളരെയധികം ബുദ്ധിമുട്ട്. ഇന്ന് ഒന്ന് മാത്രമല്ല, ഇന്നൊരു 3-4 കേസായി നമ്മുടെ ഗ്രൂപ്പിൽ നമ്മളിത് അറ്റൻഡ് ചെയ്യണത്. കാരണം 3-4 മെസ്സേജ് വന്നിട്ടുണ്ട് ഇന്ന് ഇതേപോലെ ബുദ്ധിമുട്ടിയിട്ട് എയർപോർട്ടിൽ പോയിട്ട് അറിയുന്നത്, അതുമാതിരി റൂമിലിരുന്നിട്ട് ഇന്നൊന്നും ചെയ്യാൻ പറ്റാത്തത്, വേറെ ഫ്ലൈറ്റ് നോക്കുമ്പോൾ വേറെ ടിക്കറ്റ് കിട്ടിയിട്ടില്ല, അങ്ങനത്തെ ബുദ്ധിമുട്ട് വളരെയധികം ബുദ്ധിമുട്ടിട്ട് പ്രവാസികളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരവസ്ഥയിലാണ്. ഇത് പിന്നെ ഇടക്കിടക്കായിട്ട് നടക്കുന്ന സംഭവം തന്നെയല്ല, അതുകൊണ്ട് അതിൽ വലിയ അതിശയോക്തി ഒന്നുമില്ല. നമ്മളും എല്ലാം അനുഭവിച്ചതാണ്. നാളെ എയർ ഇന്ത്യൻ്റെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നിൽക്കുന്നതാണ്. നാളെ എൻ്റെ മാരേജ് ആണ് 19-ാം തീയതി. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നിൽക്കാം. അപ്പോൾ ഇങ്ങനത്തെ സമരവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞാനിപ്പോൾ അത് മാറ്റി ഞാൻ വേറെ ഏതെങ്കിലും ഒന്നിൽ ഫ്ലൈ ദുബായ് അങ്ങനെ ഏതെങ്കിലും ടിക്കറ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ആ ന്യൂസ് കണ്ടിട്ട് നമുക്കൊക്കെ സത്യം പറഞ്ഞാൽ നല്ല സങ്കടം വരും. കാരണം കുറേ പേർക്ക് ജോലി നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതിൽ ഗർഭിണികളായിട്ടുള്ള ആൾക്കാരുണ്ട്. പിന്നെ ലാസ്റ്റ് ദിവസത്തെ വിസ തീരുന്ന ആൾക്കാർ പോരുന്ന ആൾക്കാരുണ്ട്. അത് കാരണം ജോബ് നഷ്ടപ്പെട്ട ആൾക്കാരുണ്ട്. മനഃപൂർവ്വം ചെയ്യുകയാണോ എന്നുള്ള ഒരു സംശയമുണ്ട്. അധികം കഴിയണതും എയർ ഇന്ത്യ എക്സ്പ്രസ് എല്ലാവരും ബോയ്ക്കോട്ട് ചെയ്യണമെന്നാണ് നമ്മളെ അഭിപ്രായം. നമ്മളെ സ്വന്തം ഫ്ലൈറ്റ് അല്ലേ വെച്ചിട്ടാണ് നമ്മൾ എയർ ഇന്ത്യ ചൂസ് ചെയ്യണത്. ഇതിപ്പോൾ അവർ ഫെയറും കൂട്ടി ഇപ്പോൾ ഇതാ അതിൻ്റെ തലക്കടിച്ച പോലെ ഇപ്പോൾ അവരെ സമരം കാരണം നമ്മളിപ്പോൾ എൻ്റെ ഇപ്പോൾ കസിനും എൻ്റെ കൊളീഗായ കുറേ ആൾക്കാർ ബുദ്ധിമുട്ടിലാണ്. ഇപ്പോൾ ജനങ്ങളെടുത്ത് പീരിതെടുത്ത് ഇവരുടെ കമ്പനി നന്നാക്കാന്നുള്ള ഒറ്റൊരു ഇത് മാത്രം ആയിപ്പോകുന്നവരുണ്ട്. അപ്പോൾ എന്തെന്നായാലും അതുപോലെ തന്നെ എയർ ഇന്ത്യ എക്സ്പ്രസ് ഇന്ത്യക്ക് ഒരു മാനക്കേടാണ്. നമ്മളെ കേരളീയർ എന്ന് വെച്ചാൽ അത്രയും കേരളത്തിന് അത്രയും ബിൽഡ് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത് ടോപ്പ് ലെവലിൽ എത്തിക്കുന്ന ആൾക്കാർ ഈ എയർ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഈ കളേജ് ടൈംസിലും ബാക്കിയുള്ള ഇവിടെയുള്ള എല്ലാ ന്യൂസിലും വന്ന് അതൊരു ഇന്ത്യയെ പറയിപ്പിക്കുന്ന ഒരു നാണം കെടുത്തുന്ന ടൈപ്പായി പോയി. അപ്പോൾ അതൊക്കെ ഒന്ന് ചേഞ്ച് ആക്കേണ്ട സമയം കഴിഞ്ഞു. കാരണം കമ്പനിക്ക് ഇപ്പോൾ വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ അത് ഇടാന്നല്ലാണ്ട് എയർ ഇന്ത്യ എന്ന് വെച്ചിട്ട് നടക്കണ്ടല്ലോ.